ഇന്ത്യയുടെ ശക്തി ലോകത്തിനു മുൻപിൽ തെളിയിച്ച മിസൈൽ മാൻ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാനായ പ്രസിഡൻറ്റും ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രസിഡൻ്റായി അധികാരമേറ്റ ദിവസം അദ്ദേഹം പ്രസിഡൻ്റ് കൊട്ടാരത്തിലെ ജീവനക്കാരുമായി പരിചയപ്പെടുന്ന സമയം ജീവനക്കാരോട് ഓരോ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു. അതിലൊരു ജീവനക്കാരനോട് എന്താണ് നിങ്ങൾക്ക് ഇവിടുത്തെ ജോലി? ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വണങ്ങി അല്പം ഗൗരവത്തോട് പിന്മാറിയതിന് ശേഷം എന്താണ് താങ്കളുടെ ഇവിടുത്തെ ജോലി? സാർ, ഞാൻ ഇവിടെ പ്രസിഡൻ്റ് കൊട്ടാരത്തിൽ ഷൂ പോളിഷ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി വന്നയുടൻ കലാം സാർ പറഞ്ഞു, യു ആർ ഡിസ്മിസ്. ഇനി മുതൽ നിങ്ങൾക്കിവിടെ ജോലിയില്ല. ഷൂ പോളിഷ് ചെയ്യുന്ന ആൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി നിന്നു. അല്പസമയത്തിന് ശേഷം താങ്കൾ എന്താണൊന്നും മിണ്ടാത്തത്? സാറിന് ജോലി കിട്ടിയപ്പോൾ എന്നെ ഒഴിവാക്കുന്നു എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി സാർ. ഇത് കേട്ടപ്പോൾ കലാം സാർ ചെറുച്ചിരിയോടെ, നിങ്ങളെ ഇന്നു മുതൽ വേറൊരു ജോലിക്ക് ഞാൻ നിയോഗിക്കുന്നു. ജോലി ഉയർത്തിത്തരുന്നു. ഷൂ പോളിഷ് ചെയ്യുന്ന ആളുടെ കണ്ണിൽ നിന്നും സന്തോഷത്തിൻ്റെ ജലകണങ്ങൾ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. ഇനി മുതൽ ഇവിടുത്തെ പൂന്തോട്ടത്തിൻ്റെ ചുമതലക്കാരനാകുക. എൻ്റെ ഷൂ ഞാൻ തന്നെ വൃത്തിയാക്കിക്കൊള്ളാം, കലാം സാർ പറഞ്ഞു. പ്രസിഡൻ്റ് കാലാവധി കഴിഞ്ഞ് കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങുന്ന നേരം പൂന്തോട്ടം പരിചരിക്കുന്ന ആളെ വിളിച്ചു. അദ്ദേഹം അടുത്തു വന്നപ്പോൾ കലാം സാർ അദ്ദേഹത്തിൻ്റെ തോളിൽ പിടിച്ച്, എൻ്റെ ജോലി പോയി, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ജോലിയുണ്ട്. എന്നിട്ട് നിറഞ്ഞ പുഞ്ചിരിയോട് പറഞ്ഞു, താങ്കളുടെ പൂന്തോട്ടം നനയ്ക്കുന്ന ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുവരൂ. ഉടനെ അയാൾ ബക്കറ്റിൽ വെള്ളവുമായി വന്നു. കലാം സാർ തൻ്റെ രണ്ട് പെട്ടിയും എടുത്തു കൊടുത്ത്, ഈ വെള്ളം ഉപയോഗിച്ച് 2 പെട്ടികളും നന്നായി കഴുകുക. തോട്ടക്കാരൻ ചോദിച്ചു, സാർ ഇത് നല്ല വൃത്തിയുള്ള പെട്ടിയല്ലേ? കലാം സാറിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഈ കൊട്ടാരത്തിലെ ഒരു പൊടി പോലും ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പുഞ്ചിരിയോട് അദ്ദേഹം പറഞ്ഞു. പൂന്തോട്ടക്കാരൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സ് മന്ത്രിച്ചു, എത്ര വലിയ ഭരണാധികാരിയാണ് ഇദ്ദേഹം! ഇത്രയും വലിയൊരു മഹാൻ്റെ കൂടെയല്ലേ ഞാൻ ജോലി ചെയ്തിരുന്നത്. ഇതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇങ്ങനെയുള്ള മഹാന്മാരെ ഓർമ്മിപ്പിക്കാനും ഓർക്കുവാനും പറഞ്ഞു കൊടുക്കാൻ മറക്കരുത് നമ്മുടെ മക്കൾക്ക്. ഇങ്ങനെയുള്ള മഹാന്മാരോട് ജീവിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ ഭാഗ്യം. വലിയ മനുഷ്യന് 1 കോടി പ്രണാമം. ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.